ദുരന്തങ്ങളൊക്കെ പലപ്പോഴും ശാസ്ത്രം പറയാറുണ്ട്, എന്താണ് കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം പറയാറുള്ളത്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഒക്കെ ശരിയാണ്. ഞാൻ പറയാം, ആവശ്യമായ ചൂട് വേണം കേട്ടോ. അപ്പൊ 3 ഘടകം. ഒന്നാണ് ഈ പറഞ്ഞോ, വെരി ഗുഡ്. നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് എയിം ടു ദി ഫയർ. ഫയറിലേക്ക് പാസ് എന്നുള്ള മെത്തേഡിലാണ്. എയിം ടു ദി ഫയർ. ഫയറിലേക്ക് എയിം ചെയ്യാം. ഒരു 6 അടി മുതൽ 8 അടി വരെ വിട്ട് നിന്നിട്ട് ആ മാറ്റി എയിം ടു ദി ഫയർ. അടുത്തത് സ്ക്യൂസ് ചെയ്യുക. അത് അമർത്തി കൊടുക്കുക. പൊടി നേരത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സ്ക്യൂസ് ചെയ്തോ. നമ്മള് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അകത്തേക്ക് വലിക്കുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ നമ്മൾ മൂതി കൊടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? അങ്ങനെ സംശയം ഉണ്ടോ? അല്ലേ? അന്തരീക്ഷ വായുവിൽ എത്ര ഉണ്ട്? നമ്മൾ ശ്വസിക്കുന്നത് ഫുള്ള് ഓക്സിജൻ ആണ്. आसमान ने छोड़ दिए हैं नल खुले कहीं, हम जैसे देखे ये जहां है वैसा ही, जैसी नजर अपनी खुल के सोचे आओ, पंख जरा फैलाओ, रंग नए बिखराओ, चलो 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 नए ख्वाब बुन ले. പ്രധാനമായിട്ടും മുഖം നോക്കുന്ന കണ്ണാടി, ജലവാതിലും പിന്നെ വാതിൽ കിട്ടുന്ന ഗ്ലാസ്, ഈ ചില്ല് എന്ന് പറയുന്ന സാധനം നമ്മൾ ആരും കണ്ടുപിടിച്ചല്ല, നമുക്ക് വെറുതെ കിട്ടിയ ഒരു സാധനം. എങ്ങനെ കിട്ടി? കുറച്ച് ബുക്ക് വരെ വൈകുന്നേരം കടൽപ്പുറത്ത് മത്സ്യം പാചകം ചെയ്ത് കഴിച്ച് രാത്രി അവർ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ അവർ കടപ്പുറത്ത് വന്ന് നോക്കുമ്പോ ഇവർ ഈ അടുപ്പ് വെച്ച ഭാഗത്തെ മണലെല്ലാം ഉരുകി കട്ട പിടിച്ച് കിടക്കുന്നതായിട്ട് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അതിന് വെയിൽ വെട്ടുന്നപ്പോ അതിങ്ങനെ തിളങ്ങ. അവ കൂട്ടത്തിലുള്ള ഒരാൾക്ക് കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ വെള്ളയിൽ
മുഴയില്ല മുഴുകൊണ്ട് 3 കുളം കുട്ടികൾ 2 കുളം ഒന്നിന് വെള്ളമേയില്ല ഒന്നിന് വെള്ളമേയില്ല വെള്ളമില്ല കുളത്തിനെ വന്ന് കൊള്ളാൻ 3 പേര് 2 പേര് ഒരുത്തന് കാലയില്ല ഒരുത്തന് കാലയില്ല കാലില്ലാത്തവർക്ക് ചോറ് വെക്കാൻ 3 പറ 2 പറ ഉണക്കാൻ ഒന്നേ മെന്തിട്ടയില്ല ഒന്നേ മെന്തിട്ടയില്ല വേവാത്ത അരിയെങ്കിൽ 3 പേര് 2 പേര് പട്ടിണി ഒരുത്തൻ കൊണ്ടരയില്ല ഒരുത്തൻ കൊണ്ടരയില്ല കൊല്ലാത്തവരുക്കി പാൽ കുടിക്കാൻ 3 രൂപ 2 രൂപ മച്ചിട്ടൊന്ന് പെറ്റിട്ടയില്ല ഒന്ന് പെറ്റിട്ടയില്ല പേരാത്ത എരുമയ്ക്ക് പുല്ല് തിന്നാൻ 3 മല 2 മല ഉണക്കാൻ ഒന്നിന് പുല്ലേയില്ല പുല്ലില്ല മലയിട്ട് കിട്ടിയതോ 3 പണം 2 പണം കള്ളപ്പൊന്നെ കടുപ്പരയില്ല കള്ളി കടുപ്പരയില്ല എടുക്കാത്ത പണത്തിന് കാവലിക്കാൻ 3 പേര് 2 പേര് കുടക്കൊരു കണ്ണേയില്ല കണ്ണില്ലാത്തവർക്ക് കാഴ്ച കാണാൻ 3 കണ്ണട 2 കണ്ണട പൊട്ടപ്പൊന്നിന് ചിന്തയില്ല ചില്ലില്ല കണ്ണടയ്ക്ക് ചില്ലുവാങ്ങാൻ 3 കട 2 കട പൊട്ടി ഒന്ന് തുറന്നിട്ടേയില്ല ഒന്ന് തുറന്നിട്ടേയില്ല തുറക്കാത്ത കടയ്ക്ക് ഉടമസ്ഥര് 3 പേര് 2 പേര് ചത്തു ഒരുത്തൻ ജയിച്ചിട്ടേയില്ല ഒരുത്തൻ ജയിച്ചിട്ടേയില്ല കാണിച്ചത് എപ്പോഴും ആദ്യം കാണിച്ചതില്ല എപ്പോഴും കാണിച്ചത് അടച്ച് അയ്യോ തിരിക്കല്ലോ എന്ന് പറഞ്ഞ് തോന്നുന്നില്ലേ അപ്പോഴേക്കും സംഭവിച്ചു ആ അടപ്പിനുള്ളിൽ 2-3 ചെറിയ കഷ്ണം കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുണ്ടായിരുന്നു കാൽസ്യം കാർബൈഡ് വെള്ളത്തിലേക്ക് കൊടുക്കണം ഇതിലേക്ക് വേണം അതിനുശേഷമാണ് വെള്ളം ഒഴിച്ചത് അപ്പൊ വെള്ളം ഒരു രാസവസ്തുവിന്റെ കെമിക്കലാണ് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ മലയാളം വെള്ളം എന്ന് പറയുന്നത് രാസവസ്തുവാണ് കാൽസ്യം
കാർബൈഡ് വേറെ രാസവസ്തുവാണ്. രണ്ടും കൂടെ പ്രവർത്തിച്ച് അസറ്റിലിൻ എന്ന വാതക ഇന്ധനം ഉണ്ടായി. നിങ്ങൾ വാതക ഇന്ധനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല ഇല്ലേ? ഇന്ധനങ്ങളെ കുറിച്ച് LPG CNG ഒക്കെ പഠിച്ചില്ലേ? അതുപോലെ മറ്റൊരു പറയാനുള്ള അവസരം ഇവിടെ മൈക്കുണ്ട്, അവിടുത്തെ പറയണ്ടോ? ഞങ്ങള് പറഞ്ഞ് കഴിഞ്ഞ കുറെ കഴിഞ്ഞാൽ നോക്കിട്ട് എല്ലാ ക്ലാസ്സിലും അങ്ങനെ ഞങ്ങളുടെ കാര്യം ഉറപ്പാണ്. ക്യാമ്പ് ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് ഈ നിമിഷം വരെയാണ് സത്യത്തിൽ എന്താന്നുള്ളത് ഓരോരുത്തർക്കും ചിലപ്പോ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ക്യാമ്പ് എന്ന് പറയുന്നത് ഇത്രത്തോളം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങള് ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് ഈ സെക്കൻഡ് വരെ ക്യാമ്പ് അടിപൊളിയായിട്ടാണ് പോയത്. എല്ലാവരുടെ നേതൃത്വത്തിലും ഇന്നലെ തൊട്ട് ഫുഡിന് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് സപ്പോർട്ടിനായി രാത്രിക്ക് എടുക്കാനുണ്ടായിരുന്നു. എന്തുകൊണ്ടും ക്യാമ്പ് അടിപൊളിയാണ്, ഇഷ്ടമാണ്, നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഫസ്റ്റ് ഒരു അനുഭവമായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും അടിപൊളിയായിട്ട് ഉണ്ടാകുന്നത്. ഈ രാത്രി ടീച്ചേഴ്സിന്റെയും ഹെഡ് മാസ്റ്ററിന്റെയും എല്ലാവരുടെയും നേതൃത്വം ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും നേതൃത്വം ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരെ വേണ്ടി നമുക്ക് നല്ല സ്വതന്ത്രമായിട്ട് എല്ലാം പറയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആയാലും കീഴിൽ ആൾക്കാരായാലും നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു എല്ലാ ടീച്ചറും നമുക്ക് കൂട്ടുന്നാണ്ട്
പരീക്ഷണമായാലും എല്ലാം നല്ല പൂർണ്ണ അടിപൊളിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഈ